കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. താരയിൽ ജീവിക്കുന്നവനായി നമ്മുടെ കർത്താവ് എഴുന്നള്ളിരിക്കുന്ന സമയമാണ്. സ്വർഗത്തിൻ്റെ പറ്റാത്ത കരുണ ദിവ്യകാരുണ്യമായി നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടു നിൽക്കുന്ന സമയം. കർത്താവിൻ്റെ സ്നേഹം ഇതാ കരുണയായി നമ്മുടെ മേൽ ഒഴുകിയിറങ്ങുന്ന സമയമാണ്. പ്രാർത്ഥിക്കാം, നമ്മെ സഹായിക്കാൻ പറയാം, നമ്മോട് കരുണ കാണിക്കാൻ പറയാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലകളിൽ നമുക്ക് ആശങ്കകളുണ്ടോ, ആകുലതകളുണ്ടോ, അസ്വസ്ഥതകളുണ്ടോ, ഭയപ്പാടുകളുണ്ടോ, ആ മേഖലകളിലെല്ലാം ദൈവമേ നിന്റെ കരുണ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ ഒത്തിരിയേറെ വിഷമങ്ങളും വേദനകളും ജീവിതത്തിൻ്റെ ചില പ്രത്യേക സാഹചര്യങ്ങളിലുള്ള സംഘർഷങ്ങളും സാമ്പത്തിക ബാധ്യതകളും കുടുംബ ബന്ധങ്ങളിലും ഒരുപക്ഷെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഉള്ള അസ്വസ്ഥതകൾ വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ടാകാം, അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാകാം. നിന്റെ അസ്വസ്ഥതകളെല്ലാം, നിന്റെ വേദനകളെല്ലാം കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് ഈ നിമിഷം ഇറക്കി പ്രാർത്ഥിക്കാം. സങ്കീർത്തകൻ പറയുന്നൊരു കാര്യമുണ്ട്, 16-ാം അധ്യായം 8-ാമത്തെ വചനം, കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. ഇതാ നിന്റെ കർത്താവ് നിന്റെ കൺമുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയം, ജീവനോടെ എഴുന്നള്ളിയിരിക്കുന്ന സമയം. ആ കർത്താവിനെ നീ കൺമുമ്പിൽ കാണുകയാണ്. സങ്കീർത്തകൻ പറഞ്ഞത്, കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്, അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല എന്നാ പറഞ്ഞേ. എൻ്റെ കർത്താവ് എൻ്റെ വലതുകരം പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല എന്നിട്ട് കൂട്ടിച്ചേർക്കണം, അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. കാരണം പറഞ്ഞത് എപ്പോഴും എൻ്റെ കർത്താവ് എൻ്റെ കൺമുമ്പിലുണ്ടെന്നാ. പക്ഷേ ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കുമ്പോൾ പോലും നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ ചിന്തകളിലും വല്ലാത്ത അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ജീവിത ഭാരവും ദുഃഖമൊക്കെ ഉണ്ടാകാം. ഒരുപക്ഷെ ജീവിതത്തിൽ നിന്ന് അലട്ടുന്ന ചില വിഷയങ്ങളാകാം നിന്റെ കൺമുമ്പിൽ എപ്പോഴും നീ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിന്നെ നിരാശയിലേക്കും സ്വകാര്യ സങ്കടത്തിലേക്കൊക്കെ തള്ളിവിടുന്ന ചില ജീവിതത്തിന്റെ മേഖലകളാകാം നീ എപ്പോഴും കണ്ണിന് മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കാം. സങ്കീർത്തകൻ പറഞ്ഞതുപോലെ എൻ്റെ കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്, അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും എൻ്റെ അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. അപ്പോൾ കർത്താവിൻ്റെ തിരുഹൃദയ സ്നേഹത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ കരുണ നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുമ്പോൾ നമ്മളിൽ സമാധാനം നിറയും, സന്തോഷം നിറയും, ധൈര്യം ഉണ്ടാകും. പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഈ നിമിഷങ്ങളിൽ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകം മക്കളുണ്ട്. ലോകത്തിന്റെ പല കോണുകളിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കള്, ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ സന്തോഷ സങ്കട അനുഭവങ്ങളുടെ നടുവിൽ ദൈവം നിന്നെ വിളിക്കുന്ന മക്കള്, ദൈവം നീ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കള്, നാളെയെക്കുറിച്ചുള്ള ആശങ്കയുടെയും ആകുലതയുടെയും നടുവിൽ വല്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളൊക്കെ ഇതിനകത്തുണ്ട്. കർത്താവ് ഈ മക്കളോട് ചേർന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ മക്കളുടെ മേൽ നിന്റെ കരുണ വർഷിക്കണമേ. എല്ലാ ദൈവമക്കളെയും നീ കരുണയോടെ കാണണമേ. നമ്മുടെ കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം, പ്രാർത്ഥിക്കാം. എന്താ പ്രാർത്ഥിക്കേണ്ട? ഒറ്റ വാക്ക് മതി. ഈശോയെ, എന്നോട് കരുണ കാണിക്കണമേ. ഈശോയെ, എൻ്റെ കുടുംബത്തോട് കരുണ കാണിക്കണമേ. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് നിങ്ങളുടെ അവസ്ഥകളെ ദൈവസന്നിധിയിലേക്ക് കൊടുത്ത് ഹൃദയം കൊണ്ട് എല്ലാ മക്കളും ഏതാനും നിമിഷം കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഈശോയെ ആരാധന 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 ആരാധന. കർത്താവേ കരുണ കാണിക്കണമേ. ഈശോയെ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നിന്റെ കാരുണ്യം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ലോകമെമ്പാടും ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളിലേക്ക് ദൈവത്തിന്റെ വറ്റാത്ത കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ പാപത്താൽ മായയിലൻ ജീവിതം എണ്ണവട്ടിയ വിളക്കുമായി നീരിടുന്ന ജീവിതം. കരുണ തോന്നണേ, എന്നിൽ അലിവ് തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരങ്ങൾ കൂപ്പി ലോകം മുഴുവനെയും കർത്താവിൻ്റെ കാരുണ്യത്തിൽ സമർപ്പിക്കുമ്പോൾ ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. രാജ്യങ്ങൾ തമ്മിലുള്ള കലഹവും യുദ്ധങ്ങളൊക്കെ ഒഴിവായി എല്ലായിടത്തും സമാധാനം സ്ഥാപിക്കപ്പെടാൻ പ്രാർത്ഥിക്കാം. യുദ്ധങ്ങൾ മൂലം തകർന്നു പോയ കുടുംബങ്ങൾ, നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങൾ, ആ വേർപാടിൻ്റെ ദുഃഖത്തിലും കണ്ണുനീരിലും കഴിയുന്നവർ, അവരെല്ലാവരെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. ഈ ദിവസങ്ങളിൽ പരീക്ഷയുടെ റിസൾട്ട് വരുന്ന ആ അനുഭവത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ പ്രത്യേകം സമർപ്പിക്കാം. കർത്താവ് അവർക്ക് നൽകിയത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഇപ്പോൾ ഈ ആരാധനയിൽ പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുടെ നിയോഗങ്ങളെയും ഈ ആലയത്തോട് ചേർന്ന് ഓരോ നിമിഷവും പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ മക്കളെയും കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മുട്ടുകുത്താൻ സാധിക്കുന്നവർ മുട്ടുമേലായിരിക്കുക. ദിവ്യകാരുണ്യ നാഥൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മാത്രമല്ല, ലോകം മുഴുവനും വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. ഈ ഭവനത്തിൽ നിന്ന് ലോകം മുഴുവനും വേണ്ടി ഉയരുന്ന മധ്യസ്ഥ പ്രാർത്ഥനയുടെ നിമിഷമാണിത്. ആർക്കെല്ലാം വേണ്ടി നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആ നിയോഗങ്ങൾ കൂടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കാം. കുടുംബാംഗങ്ങളാകാം, അപ്പനാകാം, അമ്മയാകാം, ജീവിത പങ്കാളിയാകാം, മക്കളാകാം, കുടുംബത്തിൽ വേദന അനുഭവിക്കുന്നവരോ ദുഃഖം അനുഭവിക്കുന്നവരൊക്കെ ആകാം. എല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഈശോയെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.